സാറ് നാഗ്പൂർ കലാപത്തിന്റെ സൂത്രധാരന്റെ വീട് ഇപ്പോൾ ഇടിച്ചു നിരത്തുകയാണ്. ബുൾഡോസർ ഉപയോഗിച്ച് മഹാരാഷ്ട്ര സർക്കാർ അല്പസമയം മുമ്പാണ് അത് ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? അത് കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് വാർത്ത വന്നിരുന്നു. ബുൾഡോസർ ആക്ഷൻ ഉണ്ട്. ആ ബുൾഡോസർ ആക്ഷൻ എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞത് ശക്തമായ ആക്ഷൻ എന്നൊരർത്ഥത്തിൽ കണക്കാക്കിയാൽ മതി. അല്ല അതിനെ ഇപ്പം ബുൾഡോസർ കൊണ്ട് ഇടിക്കുന്നതിന് കണക്കാക്കേണ്ട ആവശ്യമില്ല. അർഹിക്കുന്ന ഒരു ശക്തമായ നടപടി ഫാഹിം ഖാൻ ചെയ്തതറിയാമല്ലോ. അവിടെ കള്ളവാർത്ത ചമച്ച് തെറ്റായ വീഡിയോ സന്ദേശം പ്രചരിപ്പിച്ച് ആളുകളെ വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി അത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് നയിച്ചു. പോലീസുകാരെ വരെ കടന്നാക്രമിച്ചു. വീടുകൾ തകർക്കാനൊക്കെ വേറെ പദ്ധതികളുണ്ടായിരുന്നു. അതെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ഒരു വനിതാ കോൺസ്റ്റബിളിനെ അവരുടെ അപമര്യാദയായി പെരുമാറി സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരോട് തെറ്റായ രീതി പ്രവർത്തിച്ചു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ഫാഹിം ഖാൻ അല്ല, ആരാണെന്ന് പറഞ്ഞാലും നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് അതിനോട് പ്രതികരണം ഉണ്ടാകുന്നത് നിയമാനുസൃതമായിട്ടാണെങ്കിൽ അതിനാർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വീട് യഥാർത്ഥത്തിൽ പരിധിക്കപ്പുറം സ്ഥലം കയ്യേറിയ മറ്റോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്ത കാര്യമല്ല. അവിടെ വരുത്തിയിട്ടുള്ള പിഴയെ സംബന്ധിച്ച് കൃത്യമായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസ് നൽകിയിട്ടുള്ള കാര്യത്തിൽ അനധികൃതമായ നിർമ്മാണം സംഭവിച്ചിടത്ത് അത് ബുൾഡോസർ ചിടിച്ചു കളഞ്ഞെങ്കിൽ അതിനൊരു കുറ്റം പറയാനില്ല. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണകൂടത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ഈ വിഷയം. എന്തിൻ്റെ പേരിൽ അവിടെ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്? ഭാരതത്തെ തകർക്കാൻ വേണ്ടി, ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ ആ ഭരണാധികാരി ഔറംഗസീബ് ക്രൂര പീഡനങ്ങളുടെയും വർഗീയതയുടെയും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്വന്തം കുടുംബത്തിൽ പോലും അച്ഛൻ്റെ അടുത്തും സഹോദരങ്ങളെ പോലും മര്യാദ കാണിച്ചിട്ടില്ലാത്ത ഔറംഗസീബിനെ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം, അവരെ ഇല്ലാത്ത കാര്യം, സംഭവിച്ചിട്ടില്ലാത്ത കാര്യം അവിടെയെങ്ങും ആരും പിന്നീട് കണ്ടു കഴിഞ്ഞു. ഇവർ പറയുന്നത് പോലുള്ള എന്തെങ്കിലും ചതറ് കത്തിക്കുകയോ പുസ്തകം കത്തിക്കുകയോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ പൊതുസമൂഹം ഒരു സമരം ചെയ്തു. വിശ്വന്തൂരിടത്തൊക്കെ ചേർന്ന് ബജരംഗങ്ങളും ഉണ്ടായിരുന്നു. ആ സമരം അവർ നടത്തി അവർ പിരിഞ്ഞു പോയി. അതിനുശേഷം ഉണ്ടാവാത്തൊരു കാര്യവും പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വേണം, ഞാൻ നിങ്ങളെ തൊഴിച്ച് താഴെ ഇട്ടിട്ട് പറയുകയാണ്, ആ താഴെ ഇഷ്ടപ്പെട്ട ആള് എനിക്കിട്ട് തിരിച്ചുകൊണ്ട് തന്നു കഴിയുമ്പോൾ നീ എന്നെ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളായിരുന്നു പറഞ്ഞത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് അവിടെ ബുൾഡോസർ രാജ് ആരംഭിച്ചു, യോഗി മോഡൽ ആരംഭിച്ചു എന്ന രീതിയിലുള്ള ഒരു ഇരവാദവുമായാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. ഇരവാദം ഉണ്ടെങ്കിൽ, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതികളുണ്ടല്ലോ. ഇന്ന് ഭാരതത്തിലെ പ്രതിപക്ഷത്തിനാണ് കോടതികളിൽ കൂടുതൽ സ്വാധീനം. ഇത്രയും വർഷങ്ങളായിട്ട് കോടതികളുടെ ആധിപത്യം എല്ലാ അർത്ഥത്തിലും സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് മോദി വന്നിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിലും എക്കോസിസ്റ്റം അവരുടെയാണല്ലോ. കോടതി അടങ്ങുന്ന ആവാസ വ്യവസ്ഥ അവരുടെയാണ്. ആ അവസ്ഥയിൽ അവർ ചോദിക്കാമല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും നിയമദൃഷ്ടിയാ ഇന്നൊരു കാര്യം ഓർക്കണം. കങ്കണ റാവത്തിൻ്റെ ബോംബെയിലെ വീട് ഇടിച്ചു തരുന്നത് ആരായിരുന്നു? അതുപോലെ എവിടെയൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഇടിച്ചു തരത്തിലല്ലെങ്കിൽ പോലും എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളിനെ എന്തെങ്കിലും ഒരു ഒഫൻസിന് പിടിച്ചകത്തിടേണ്ടി വന്നു കഴിഞ്ഞാൽ അഴിച്ചുവിടുന്ന ക്രൂരതയുടെ, ലോക്കപ്പ് മർദ്ദനങ്ങളുടെ, മർദ്ദിച്ച് കൊല്ലുന്നതിൻ്റെ രീതി നിലനിൽക്കുന്ന ഒരു രാജ്യത്താണോ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ ഏതാണ്ട് ശകല മൂല ഇടിച്ചു കളഞ്ഞതിന് അനധികൃതമായ ഭാഗം ഇടിച്ചു കളഞ്ഞു കാണും. അല്ല, ഇവർ താരതമ്യം ചെയ്യുന്നത് മുഴുവൻ യോഗിയുമായി ബന്ധപ്പെട്ട ആയിക്കോട്ടെ. യോഗി അവിടെ ചെയ്തെന്ന് പറയുന്നത് ഇതുവരെ യോഗിക്കെതിരെ വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. സൂചനകളൊക്കെ കോടതി കൊടുത്തിട്ടുണ്ട്.
കോടതിയും കയറി പറയുന്നുണ്ട് ഇത് നിയമം അനുശാസിക്കുന്ന രാജ്യത്ത് പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നിയമാനുസൃതമായിട്ടേ ചെയ്യുന്നുള്ളൂ. തൂക്കിക്കൊല്ലുന്നത് പോലെ നിയമാനുസൃതമാകാമല്ലോ. ഒരു കൊലപാതകം ചെയ്ത ആളിനെ ശിക്ഷിച്ച് തൂക്കിക്കൊല്ലുന്നത് പോലെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അനധികൃതമായി പണിതൊരു വീട് അത് ഈ കുറ്റവാളിയുടെ ആണെങ്കിലും അല്ലെങ്കിലും നശിപ്പിച്ചു കളയുന്നത് എങ്ങനെയാണ് നിയമത്തിന് വിരുദ്ധമാകുന്നത്? അതോടൊപ്പം തന്നെ ഈ യോഗയുമായി ബന്ധപ്പെട്ട് അവർ താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് യോഗി എപ്പോഴും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രം ഈ ബുൾഡോസർ ഉപയോഗിക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കിണഞ്ഞു പരിശോധിച്ചു. അല്ല, ഞാൻ പേര് മറന്നുപോയി. നേരത്തെ വേറെ മറുപക്ഷത്തുള്ള ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഒരാള് കസ്റ്റഡി ഒരു എൻകൗണ്ടർ മരിച്ചല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. യുപിയിലെ അയാളുടെ ഇതൊക്കെ തന്നെ ചെയ്തത്. അയാളുടെ സ്ഥലത്തും അനുദിക്കുന്ന നിർമ്മാണങ്ങൾ. അപ്പോൾ യുപിയിലെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒരു കൃഷി സ്ഥലത്തോ പാവപ്പെട്ടവൻ്റെ ഭൂമിയൊന്ന് വളഞ്ഞങ്ങ് എടുത്തിട്ട് അവനെ അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ട് തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് ഇതെൻ്റെതാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ച ഈ സമാജ്വാദി പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ ഭീകരവാദികളെ, ഗുണ്ടകളുടെ ആ ഗുണ്ടാഭരണം, അവർ പിടിച്ചെടുത്ത വസ്തുക്കളെയൊക്കെ യോഗി തിരിച്ചെടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിനാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ യോഗിയെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് ജനങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത്, ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവിടെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അത് യോഗി ചെയ്യും. ആ യോഗി ചെയ്യുന്നത് കണ്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. യോഗിയുടെ വഴി തന്നെ പോകും. അല്ലാതെ പിണറായി വിജയൻ്റെയോ മമതാ ബാനർജിയോ കൂടെ കൂട്ട് ഭൂരിപക്ഷ സമുദായത്തെ മാത്രം അടിച്ചൊതുക്കുക, ന്യൂനപക്ഷത്തിൽപ്പെട്ട ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, എന്ത് ഭീകരാവസ്ഥയും കാണിക്കാവുന്ന അവസ്ഥ രാജ്യം അനുവദിച്ചു കൊടുക്കുകയില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന രീതി കാർക്കശ്യത്തോടു കൂടി കുറ്റക്കാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പീഡിപ്പിക്കപ്പെട്ട ആ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ, എൻ്റെയോ അങ്ങയുടെയോ കുടുംബത്തിലെ സഹോദരിമാരോ മക്കളോ ഒക്കെ ആണെങ്കിൽ നമ്മളെന്ത് ചിന്തിക്കും? നിങ്ങൾ വിശ്വഹിന്ദു പരിഷത്തുകാരനെയോ മറ്റാരെയോ പൊതുജനങ്ങളെ ഇവിടെ എന്ത് ചെയ്തു? ഒരു പോലീസ് വനിത ഇങ്ങനെ ചെയ്യുക, പോലീസുകാരൻ്റെ കാല് മുറിക്കുക, ഇതൊക്കെ ചെയ്ത ആ ശഠനോട് ശാഠ്യം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇത് ചെയ്യുന്നതിൻ്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടം തടിക്കും മുണ്ടതടി എന്നൊക്കെ പറയുന്ന പോലെ ഭരണകൂടത്തിന് അതിൻ്റെ പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായും ശക്തമായ പ്രതികാരം അല്ലെങ്കിൽ പ്രതിരോധം അല്ലെങ്കിൽ അതിന് ഫലം, ശിക്ഷ കൊടുക്കുന്നതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ ഈ നീണ്ടുപോകുന്ന ക്രമമുണ്ടല്ലോ, ഇന്നൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 കൊല്ലം കഴിഞ്ഞാൽ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിലെ നിങ്ങൾ 85% ഉണ്ടാവും, അതായത് ഹിന്ദുക്കൾ 80%, ഞങ്ങൾ 15% ഉള്ളൂ. 1 മണിക്കൂർ പോലീസില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ, പോലീസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ മുഴുവൻ ഞങ്ങൾ കൊല്ലും, ഇല്ലാതാക്കും, ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അഷറുദ്ദീൻ ഒവൈസിയുടെ അനുജനുണ്ടല്ലോ, ആ അനുജൻ ഒവൈസി, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാൾക്ക് എന്ത് ശിക്ഷയാണ് ഭാരതത്തിൽ കിട്ടിയത്? വേണ്ട. വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതികളായിട്ട് ചേർക്കപ്പെട്ട ആളുകൾ കേരളത്തിന് മുഖ്യമന്ത്രി വരെയായി. അവരെ ഒന്നും ശിക്ഷിക്കാൻ കഴിയാത്ത, അവരൊക്കെ തെറ്റുകാരല്ലെന്ന് അവരോട് കൂടെ നിൽക്കുന്നവരും പറയത്തില്ല. എന്നിട്ട് അവരെ ഒന്നും ശിക്ഷിക്കാൻ പറ്റാത്ത നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് ചില പ്രോ ആക്റ്റീവ് സ്റ്റെപ്പുകൾ, ചില എന്താ പറയേണ്ടത്, മുൻകൈ എടുത്തുള്ള നിലപാടുകൾ സർക്കാർ എടുത്തെങ്കിലേ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കപ്പെടുമ്പം അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനെതിരെ ശബ്ദം ഉണ്ടാക്കുന്നവർ ചെയ്യുന്ന എന്താണെന്നറിയോ? അവർ തെറ്റ് ചെയ്യുന്നവർക്ക് ന്യായം ഉണ്ടാക്കി കൊടുക്കുക. അതായത് കാടൻ നക്സലുകൾക്ക്, കാട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നക്സലുകൾക്ക് നാടൻ നക്സലിറ്റുകൾ, അർബൻ നക്സലിറ്റുകൾ കവർ ഫയർ ചെയ്യുന്ന പോലെ പൗരാവകാശമൊക്കെ വരും. ശ്രീജിത്തിനെ വെടിവെച്ച് കൊല്ലുന്ന ആളിന് ശ്രീജിത്തിന് വേണ്ട, ശ്രീജിത്തിന് നേരെ വെടിവെച്ച് കൊന്ന ആളിന് പൗരാവകാശം കൊടുക്കണം. അങ്ങനെ ഭാരതത്തിന് ആർക്കെങ്കിലും കൊല്ലാനും തിന്നാനും ഇല്ലാതാക്കാനും ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനും
ഉള്ള അവകാശം ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിയമം കോടതിയൊക്കെ എന്ത് വിധിക്കട്ടെ, വിധിച്ച ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ഭരണകൂടം തയ്യാറാവുകയും വേണം. അത് സംശയമൊന്നുമില്ല. എങ്കിൽ പോലും നടപടിയെടുക്കുവാൻ സന്നദ്ധതയുള്ള ആർജവമുള്ള ഒരു സർക്കാരിനോടൊപ്പമായിരിക്കും ഭാരതത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.